നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം 2025 നവംബർ മാസം 25 മുതൽ ഡിസംബർ 1 വരെയുള്ള ഒരു വാരക്കാലമാകുന്നു. അതായത് 1201 വൃശ്ചിക മാസം 9 മുതൽ 15 വരെയുള്ള ഒരു ആഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നിങ്ങൾ ഗ്രഹസ്ഥിതി ആദ്യം മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലില്ല, മിഥുനൻ രാശിയിലില്ല, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ബുധൻ വക്രിയായി വന്ന് ശുക്രനോടുകൂടി യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നുണ്ട്. വൃശ്ചികത്തിൽ 8ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ നാം ഇനി ചർച്ച ചെയ്യുന്നു ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമാകുന്നു, 2ാം ഭാവത്തിൽ കേതുവാണ്, 4ാം ഭാവത്തിൽ ബുധനും ശുക്രനും ശക്തമായി നിലകൊള്ളുന്നു, 5ൽ സൂര്യനും ചൊവ്വയുമാണ്, 7ാം ഭാവത്തിൽ ചന്ദ്രനാണ്, അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് യാത്രാസംബന്ധമായ വിഷയത്തിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു വാരമാണ്. കാരണം എന്താണ്? കർക്കിടക രാശി സ്വതവേ ചരരാശിയാണ്. ചരഗൃഹ്യ നിത്യം പ്രവാസനിധ, ദേശം വിട്ട് നന്നായി സഞ്ചരിക്കുന്നു കർക്കിടക രാശിക്കാർ. അവിടെ ഭാവാധിപനായ ചന്ദ്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രയ്ക്ക് മംഗളങ്ങൾ ഉളവാക്കപ്പെടുന്നു. അപ്രകാരം തന്നെ വിവാഹ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. സൗമ്യ വിവാഹഘടന, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. നഷ്ടാർത്ഥ ലാഭ, തനിക്ക് നഷ്ടപ്പെടുന്ന കാശ് കിട്ടാൻ ചില അവസരങ്ങളൊക്കെ വരും. സുദൃങ് ഭോഗാഭാപ്തി, നല്ല പെണ്ണിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കും. ഈ കർക്കിടക രാശി പുരുഷനായാലും സ്ത്രീയായാലും ഭർത്താവിൻ്റെ സമാഗമം കൊതിക്കും. അവർ ശാരീരിക സുഖം ആഗ്രഹിക്കും. അല്ലെങ്കിൽ തനുമായി ബന്ധപ്പെടുന്ന പുരുഷ സുഹൃത്തുക്കൾ, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർ പരസ്പരം ഇഷ്ടപ്പെടുക, അത് പലപ്പോഴും ശാരീരികമായൊരു ബന്ധത്തിലൊക്കെ പോകുന്ന വാരമാണിതെന്ന് അറിയണം. അതിനാൽ ശ്രദ്ധിക്കണം. ഭോഗേ രോഗഭയം എന്നാണ്. ഭോഗസുഖങ്ങൾ കൂടുമ്പോൾ രോഗത്തെ ഭയക്കണം. പലപ്പോഴും മറ്റുള്ളവരോടുള്ള വാശി പ്രകടിപ്പിക്കാൻ പല വേഷങ്ങളും കെട്ടുന്ന സമയമാണ്. 5ൽ സൂര്യനും ചൊവ്വയാണ്. വളരെയധികം വാശി പ്രകടിപ്പിക്കും. ആ വാശി താൻ ജയിക്കും, പിന്നീട് പശ്ചാത്തപിക്കും എന്ന ഫലങ്ങളൊക്കെ വരും. അതിനാൽ സ്വയം സൂക്ഷിക്കുക. സ്ത്രീകളായാൽ പ്രത്യേകിച്ച് പലപ്പോഴും സമൂഹത്തെ ഭയക്കണം. തൻ്റെ കമിതാവ് ആരാണെന്ന് അറിയാതെ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. കർക്കിടക രാശിക്കാർക്ക് ഭൂമി ലാഭമുണ്ടാകും, വീടിൻ്റെ ലാഭമുണ്ടാകും. പലപ്പോഴും ഈ വാരം വീട് വാങ്ങാം, അല്ലെങ്കിൽ വീടിന് വേണ്ട ലോണ് കിട്ടും, ലോണ് വാങ്ങാം. ഇതിനൊക്കെ വളരെ നല്ലതാണ്. ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. വളരെയധികം ക്ലേശങ്ങൾ, ശാരീരികമായി ഉദരരോഗങ്ങൾ ഉണ്ടാകാം. 5ാം ഭാവം വയറാകുന്നു ജ്യോതിഷത്തിൽ. വരാംഗം, ആനം, മുരഹ, ഹൃത്, ക്രോഡം. അതിനാൽ ക്രോഡരോഗങ്ങൾ, വയറ് രോഗങ്ങൾ വരാൻ വളരെയധികം സാധ്യതകളുള്ള വാരമാണെന്ന് അറിയുക. മാനസികമായ ഒരു പ്രാബല്യത്തിന് വേണ്ടി ശനീശ്വരനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ശനി ഭാഗ്യസ്ഥാനത്താണ് കർക്കിടക രാശിക്കാർക്ക്. കർക്കിടക രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് യഥാർത്ഥത്തിൽ ശനി. പൂയം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുണ്ട്. ഇന്ന് നിൽക്കുന്നത് മീനൻ രാശിയിലാണ്, 9ാം ഭാവത്തിലാണ്. അതിനാൽ പലപ്പോഴും തപസ്ഥാനമാം മന്ദസ്ഥാനമാകുന്നു അത്. ശനീശ്വരന് ഓം ശം ശനീശ്വരായ നമഃ എന്ന ഭജനത്തിലൂടെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.